واذكر ربك في نفسك تضرعا وخيفة ودون الحجر من القول بالغدو والآصال ولا تكن من الغافلين. വിനയപ്പെട്ടും കൊണ്ട് നീ റബ്ബിനെ സ്വയം ഓർക്കുക, അഥവാ അവൻ്റെ കീർത്തനം ചെയ്യുക, അവൻ്റെ ദിക്റുകൾ നീ ചൊല്ലുക, അവനിലേക്ക് ദിക്റുകൾ നീ ചൊല്ലുക. വാക്കിൽ നിന്നും ഉച്ചത്തിലല്ലാതെയും ഓർക്കണം. അതാണ് വിനയപ്പെട്ട് എന്ന് പറഞ്ഞത്. രാവിലെയും വൈകുന്നേരങ്ങളിലും നീ അശ്രദ്ധന്മാരുടെ കൂട്ടത്തിൽ ആയിരിക്കുകയും ചെയ്യരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഖുർആനിലുള്ള ഒരു 5 ആയത്ത്, വളരെ ശ്രേഷ്ഠകരമായ ഒരു 5 ആയത്തുകളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. എവരും അത് സശ്രദ്ധം കേൾക്കുകയും മുഴുവനായി കേട്ട ശേഷം അത് പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്ത് ശേഷം ജീവിതത്തിൽ അത് പകർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് വിജയങ്ങളുണ്ടാകും. ആ 5 ആയത്തുകളെക്കുറിച്ച് നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചോദിച്ചറിയാം. ഏത് പണ്ഡിതന്മാരോടും ഏത് ചികിത്സാരികളോടും ആരോട് ചോദിച്ചാലും ആ 5 ആയത്തുകളെ സംബന്ധിച്ച് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ചില ആളുകൾ, മഹാന്മാർ, പഴയ മഹാന്മാർ, കഴിഞ്ഞു പോയ മഹാന്മാർ പലരും അത് ആദത്താക്കിയിരുന്നവരായിരുന്നു ഈ 5 ആയത്തുകൾ. എന്താണ് അതിൻ്റെ ശ്രേഷ്ഠത എന്നല്ലേ? ആ മഹാന്മാർ അവരെന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കാം, നദി കുറുകെ നടന്നു എന്നൊക്കെ. നദിക്ക് കുറുകെ കടന്നു, വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നുപോയി എന്നൊക്കെ പറയുന്ന അത്രയും അമാനുഷികത്വം മനുഷ്യനിൽ സമ്മേളിപ്പിക്കുന്ന ഒരു ആയത്താണ്, ഒരു 5 ആയത്തുകളാണ് നാം നിങ്ങൾക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു ബഹർ പോലെയാണ്. അതൊന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാൽ അതിൽ നിന്ന് ചില ആയത്തുകൾ അത് റിസർച്ച് ചെയ്ത് എടുക്കാൻ തയ്യാറായാൽ മാത്രമേ നിങ്ങൾക്കും എനിക്കും അത് കിട്ടുകയുള്ളൂ. എന്തൊരു കാര്യവും പഠിക്കാൻ തയ്യാറാവണമല്ലോ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അള്ളാഹുവിൽ വിനയാതീതനായിക്കൊണ്ട് വേണം അള്ളാഹുവിൽ നിങ്ങൾ ദിക്റ് ചെല്ലാൻ. അഹങ്കാരത്തോടു കൂടിയും ഗർവോടു കൂടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നടന്ന് ദിക്റ് ചൊല്ലിയാൽ തീർച്ചയായിട്ടും അള്ളാഹു അത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. പിന്നെ നിങ്ങളുടെ കൽബ് എങ്ങനെയാണ് അള്ളാഹു കൽബിലേക്കാണ് നോക്കുന്നത്. ആ കൽബിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ഓസാരമായി കിട്ടിയേക്കാം. ഏതായാലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു കാക്കട്ടെ. ഈ 5 ആയത്തുകൾ ഏത് സൂറത്തിലേക്കാണെന്നല്ല പറയേണ്ടത്. അത് അൽ ബഖറ സൂറത്തിൽ 245 ആയത്താണ്. 246 വരെ ഒരായത്ത്. അതിൽ 10 ഖാഫുണ്ട്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങൾ ചൊല്ലണം. ഖദീർ അലാമാ യുരീദ് എന്ന ഒരു ദിക്റുണ്ട്, അത് ചൊല്ലണം. അത് 3 പ്രാവശ്യം ചൊല്ലണം കേട്ടോ. പിന്നെ ഇമ്രാൻ എന്ന് പറയുന്ന ആല ഇമ്രാൻ എന്ന സൂറത്തിൽ 180 ആയത്താണിത്. അത് 180 മുതൽ 181 വരെ ഒരൊറ്റ ആയത്താണ്. ഈ ആയത്തിനെ നിങ്ങൾ ചൊല്ലിയാൽ 3 പ്രാവശ്യം നിങ്ങൾ പറയണം. ഖവിയ്യു ലാ യഹ്താജു ഇലാ മുഈൻ. ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു പേനയും പേപ്പറും എടുത്ത് അത് എഴുതിയെടുക്കുക അതേമാതിരി. എന്നിട്ട് അത് ജീവിതത്തിൽ പതിവാക്കുക. ഒരു 7 ദിവസം കൊണ്ട് നോക്കി ചൊല്ലിയാൽ നിങ്ങൾക്കത് മനഃപ്പാഠമായി കിട്ടും. പിന്നെ നിങ്ങൾ അടുത്ത സൂറത്ത് നിസാ ആണ്. അത് 76 ആയത്താണ്, 77 വരെ. ആ 76 ആയത്ത് 77 വരെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ ചൊല്ലേണ്ടത് ഖഹാർ ലിമൻ തഅസ എന്നാണ്. ഖഹാർ ലിമൻ തഅസ എന്ന് ചൊല്ലണം. അത് 3 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം. പിന്നെ നിങ്ങൾ നോക്കേണ്ട ആയത്ത്
മാഇദ എന്ന് പറയുന്ന സൂറത്തിലാണ്. 26 മുതൽ 27 വരെ 26-ാമത്തെ ആയത്ത്. ആ ആയത്തും നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഖുദ്ദൂസ് യഹ്ദീ മൻ യശാ, ഖുദ്ദൂസ് യഹ്ദീ മൻ യശാ എന്ന് 3 പ്രാവശ്യം പറയണം. പിന്നെ വരുന്നത് റഅദ് സൂറത്തിലാണ്. അതിൽ 15-ാമത്തെ ആയത്താണ്, 16 വരെ. ഈ ആയത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ അതിന് 3 പ്രാവശ്യം ഖയ്യൂം യർസുഖ് മൻ യശാഉൽ ഖുവ, ഖയ്യൂം യർസുഖ് മൻ യശാഉൽ ഖുവ എന്ന് 3 പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് പറയണം. അപ്പോൾ ഈ ആയത്തുകളെ പല കാര്യങ്ങൾക്കും പ്രയോഗിക്കും. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് പ്രയോഗിക്കുമ്പോഴും, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിത് ഒരു പ്രാവശ്യം പറഞ്ഞാലും പക്ഷേ 3 പ്രാവശ്യമാണ് അതിൻ്റെ പൂർണ്ണത. നമ്മൾ 96 പ്രാവശ്യം ചൊല്ലുന്നതുണ്ട്, 91 പ്രാവശ്യം ചൊല്ലുന്നതുണ്ട്, പിന്നെ 13 പ്രാവശ്യം ചൊല്ലുന്നതുണ്ട്, 11 പ്രാവശ്യം ചൊല്ലുന്നതുണ്ട്. അത് ഓരോ ചികിത്സക്ക് ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച്. ഇപ്പോൾ എനിക്കൊരു ഉദ്ദേശം നേടാനുണ്ട്, എനിക്കൊരു മുഹബത്തിൻ്റെ ഉദ്ദേശമാണെന്ന് വിചാരിക്കുക. 97 പ്രാവശ്യമാണ് ഇതിന് മുഹബത്തിന് വേണ്ടിയിട്ട് ചൊല്ലേണ്ടത്. അപ്പോൾ മുഹബത്ത് എന്ന് പറയുമ്പോൾ പല മുഹബത്തുകളുണ്ടാവും. ഒരു പക്ഷേ നമുക്കൊരു വിവാഹം ശരിയാവാനായിരിക്കും, അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെ തനിക്ക് നടക്കാൻ വേണ്ടിയായിരിക്കും. തനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, അതിനെ വിവാഹം കഴിക്കണം, പ്രേമമല്ല താനും, എന്നാൽ തനിക്ക് വിവാഹം കഴിക്കാനുള്ള ഒരാഗ്രഹമുണ്ട് എങ്കിൽ ഇത് 97 പ്രാവശ്യം ചൊല്ലണമെന്നാണ് കൽപ്പിക്കുന്നത്. അങ്ങനെ ചൊല്ലിയാൽ അതിന് ഫലം കാണും. എന്നാൽ ഈ ആയത്ത് കൊണ്ടു നടന്നിരുന്നത് ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ടത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ 5 ആയത്തുകൾ നാട്ടിലും യാത്രയിലും യുദ്ധത്തിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ടായിരുന്നു. അങ്ങനെ നിഷേധികളെയും കപടന്മാരെയും എല്ലാം അവിടുന്ന് തോൽപ്പിച്ചു. അള്ളാഹു അവിടത്തേക്ക് വിജയം നൽകി. അപ്പോൾ ഓരോ വിജയത്തിൻ്റെ പിന്നിലും ഓരോ ശക്തികളുണ്ടാകും. അത് അവൻ്റെ മനഃശക്തിയായിരിക്കും. മനസ്സിന് ആ ശക്തി നില നൽകുന്നത് അവൻ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളാണ്, അവൻ്റെ നാവാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തേക്കാൾ, നമ്മുടെ മറ്റ് അവയവങ്ങളെക്കാൾ ഒക്കെ ശക്തമായതാണ് നമ്മുടെ നാവും നമ്മുടെ മനസ്സും. മനസ്സിന് ബലവും നാവിന് ലാളിത്യവുമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൂക്ഷ്മതയുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനിക്ക് എവിടെയും രക്ഷപ്പെടാൻ പറ്റും. ഒരു ശത്രു തന്നെ വധിക്കുമെന്നോ അല്ലെങ്കിൽ ഒരു ശത്രു എന്തെങ്കിലും എനിക്ക് ഉപദ്രവം ചെയ്യുമെന്നോ തോന്നിയാൽ അവനിക്ക് മുന്നിൽ ഇത് ഓതിയാൽ, അവൻ്റെ കേൾപ്പിച്ചുകൊണ്ടല്ല, കേൾപ്പിക്കാതെ തന്നെ അവനിക്ക് മുന്നിൽ അത് ഓതിയാൽ തീർച്ചയായിട്ടും അവൻ പൂച്ച പോലെയായിപ്പോകും. അവന് നിൻ്റെ മുന്നിൽ ചൂളിപ്പോകും, അവനക്ക് നിന്നെ പേടിയാകും. അതുകൊണ്ടാണ് മുഫസ്സിരീങ്ങൾ ഈ ആയത്ത് കൊണ്ടു നടന്നത്. തഫ്സീറുകളിൽ അനവധി അതിൻ്റെ വിഷയങ്ങൾ, ഈ ആയത്തുകളുടെ വിഷയങ്ങൾ കാണാം, ഇതിൻ്റെ ഫായിദകൾ വിവരിച്ച് കാണാം. നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾ വലിയ വലിയ മുതലാളിമാരുടെ അടുക്കൽ ജോലി ചെയ്യുമ്പോൾ അവരിൽ ചിലർ മോശക്കാരായിരിക്കും. അവർ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ആയത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞത് കേൾക്കും, പറഞ്ഞതനുസരിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, എത്രയോ ആളുകൾ ജയിലുകളിലൊക്കെ ഗൾഫിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഒരു പക്ഷെ നമ്മൾ പെട്ടെന്നൊരു ജയിലിൽ കുടുങ്ങിയാൽ ആ ജയിലിൽ നിന്ന് രക്ഷ നേടാൻ ചിലപ്പോൾ നിരപരാധിയായിരിക്കും, അപരാധിയായിട്ടല്ല നിരപരാധിയായിട്ട് തന്നെ ജയിലിൽ കുടുങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധം കൊണ്ട് ജയിലിൽ കുടുങ്ങിയതായിരിക്കും. അവൻ ആ ജയിലിൽ വെച്ചുകൊണ്ട് അത്
സ്ഥിരമായിട്ട് ഓതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ ഏതൊരു വിപത്തിൽപ്പെട്ടാലും, ഏതൊരു രോഗത്തിൻ്റെ വിപത്തിൽപ്പെട്ടാലും, ഏതൊരു വിഷമത്തിൽപ്പെട്ടാലും നിങ്ങൾ ഈ ആയത്തുകളെ 5 ആയത്തുകളെ നിങ്ങൾ ഓതണം. അത് ഓതിയാൽ രക്ഷപ്പെടുമെന്നാണ് ഉറപ്പിച്ച് പറയാനുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ട് നടന്നിരുന്നതല്ലേ. ഏത് ഗ്രന്ഥങ്ങളിലൊക്കെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നല്ലേ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇത് തഫ്സീറുൽ അറാസിയിലും തഫ്സീറുൽ ഖവാസിയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ഒരുപാടുണ്ട്. ഖവാസുൽ ഖുർആനിൽ പറയുന്നുണ്ട്. ഖവാസുൽ ഖുർആൻ അതിലും ഇത് ഈ 5 ആയത്തുകളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. യുദ്ധം ജയിക്കുവാനും ശത്രു തകരുവാനും അതിൽ നൽകുന്ന വിശദീകരണം അങ്ങനെയാണ്. യുദ്ധം ജയിക്കുവാനും ശത്രു തകരുവാനും അസൂയക്കാർ നശിക്കാനുമൊക്കെ ഇത് പ്രയോജനപ്പെടും. അതൊരു കടലാസിൽ എഴുതി തലയിൽ കെട്ടി അതുമായി അധികാരികളുടെയോ നേതാക്കളുടെയോ അടുക്കൽ സമീപിച്ചാൽ അവരിൽ നിന്ന് നിനക്ക് എന്ത് കാര്യമാണോ നേടാനുള്ളത് അത് തീർച്ചയായിട്ടും ഉടനെ തന്നെ ശരിയാകും. അവരംഗീകരിക്കും. അവർക്ക് നിന്നെ തള്ളിപ്പറയാൻ കഴിയില്ല. അവരെ മനസ്സ് നിൻ്റെ മനസ്സിനോട് തൊട്ടെണ്ണും, നിൻ്റെ മനസ്സിനെ സ്പർശിക്കും. അതുകൊണ്ട് അവർക്ക് ഭയമായിരിക്കും നിന്നോട്. നിനക്ക് എതിരെ എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് ഭയമായിരിക്കും. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞാൻ ചെറുപ്പം മുതൽ പാപിയായി വളർന്നു. ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തി. എൻ്റെ യുവത്വങ്ങളെല്ലാം പാപത്തിലൂടെയാണ് യാത്രയായത്. അതിനാൽ അങ്ങ് എനിക്ക് എന്തെങ്കിലും ഒന്ന് ഉപദേശിച്ചു തരണം രക്ഷപ്പെടാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചു. എന്താണ് ഉപദേശിച്ചത്? പരിശുദ്ധ ഖുർആനിൽ നിന്ന് 5 ആയത്തുകളെ നീ പതിവാക്കുക. അതുകൊണ്ട് നിൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ആയുസ് നീളുകയും മുറാദുകൾ ഹാസിലാകുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ കിതാബുകളൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. അങ്ങനെ പല ഷെയ്ഖന്മാരും പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അബു യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ജലാലുദ്ദീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ഷാസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഷെയ്ഖന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഖവിലക്കെടുക്കാം. വേണ്ടമെങ്കിൽ നിങ്ങൾ വിമർശിക്കാതെ തള്ളിക്കളയാതെ ഇൻഷാ അല്ലാ എന്ന് പറയുക. നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആയത്തുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നാൽ ആ പറഞ്ഞു തന്നതിനെ നിങ്ങൾ ഇൻഷാ അല്ലാ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് തന്നെ പറയണം. ഇത് ചൊല്ലാൻ ഇത് ഒരു കുട്ടിക്കളിയായിട്ട് എടുക്കരുത്. ഇൻഷാ അല്ലാ, അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ പറയാൻ ഒരുപാട് സമയം വേണ്ടതുകൊണ്ട് അത് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ ഇതിനു മുമ്പും ഈ ആയത്തുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ചില ആളുകൾക്കത് വ്യക്തമായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഈ ആയത്തുകളുടെ പേജ് നമ്പറും സൂറത്തുകളും ഒക്കെ പറഞ്ഞ് വിശദീകരിച്ച് തന്നത്. നിങ്ങൾക്ക് ലളിതമായി അത് കണ്ടുപിടിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൽ മദ്രസ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ പരീക്ഷയാവുമ്പോൾ അതിനുള്ള ചോദ്യപേപ്പറുകളും ഇതിലെത്തിക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ വിചാരിച്ച് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.